നമ്മൾ ആദ്യം പോകുന്നത് ഇന്ന് പത്തനംതിട്ട കല്ലറക്കടവിലേക്കാണ്. അപകടങ്ങൾ തുടർക്കഥയാകുമ്പോഴും പത്തനംതിട്ട കല്ലറക്കടവിൽ അധികൃതർ സുരക്ഷാ സംവിധാനങ്ങൾ ഒന്നും ഒരുക്കാൻ തയ്യാറായിട്ടില്ല. ഒരു പതിറ്റാണ്ടിനിടെ 20ഓളം പേരാണ് അവിടെ മുങ്ങി മരിച്ചത്. കഴിഞ്ഞ മാസവും 2 വിദ്യാർത്ഥികൾ അപകടത്തിൽപ്പെട്ടു. വേണ്ടത്ര സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയില്ലെങ്കിൽ ഇത്തരം അപകടങ്ങൾ ആവർത്തിക്കുമെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. കല്ലറക്കടവിലൂടെ അച്ചൻകോവിലാർ ഇങ്ങനെ കുത്തിയൊഴുകിപ്പോകുന്നത് കാണാൻ നല്ല രസമാണ്. പക്ഷേ ഇവിടം ഒരു മരണക്കയമാണ്. ഏറ്റവും ഒടുവിൽ ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് മാസം അവസാനമാണ് കല്ലറക്കടവിൽ 2 വിദ്യാർത്ഥികളുടെ ജീവൻ പൊലിഞ്ഞത്. ഓണപ്പരീക്ഷ കഴിഞ്ഞ് സഹപാഠികൾക്കൊപ്പം എത്തിയ മർത്തോമ സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥികളാണ് അപകടത്തിൽപ്പെട്ടത്. ഏത് സമയവും നിറഞ്ഞൊഴുകുന്ന അച്ചൻകോവിലാറിൽ കുത്തൊഴുക്കുള്ള പ്രദേശമാണ് കല്ലറക്കടവ്. എന്നാൽ ഇങ്ങോട്ടേക്ക് വരുന്നവർക്ക് അപകടം സംബന്ധിച്ച സൂചനാ ബോർഡോ മറ്റു സുരക്ഷാ ക്രമീകരണങ്ങളോ ഇല്ല. കഴിഞ്ഞ 20 വർഷത്തിനിടെ 20ഓളം പേരാണ് ഇവിടെ മുങ്ങി മരിച്ചതെന്ന് നാട്ടുകാർ പറയുന്നു. ഏകദേശം ഒരു 23ഓളം ആൾക്കാർ കാലങ്ങളിലായിട്ട് ഇവിടെ ഈ വെള്ളത്തിൽ വീണ് മരണപ്പെട്ടായിട്ടാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. പക്ഷേ ഇതിനെ ഒരു മുന്നറിയിപ്പ് ബോർഡ് ഇറങ്ങി വരുന്നിടത്ത് ഒരു മുന്നറിയിപ്പ് ബോർഡോ കാര്യങ്ങളോ ഒന്നുമില്ല. ആൾക്കാർക്ക് ഇത്ര അപകടമാണെന്ന് അറിയത്തുമില്ല. ഇവിടെ വീണ് കഴിഞ്ഞാണ് പലരും അറിയുന്നത്. വലിയ ചുഴികളുള്ള പ്രദേശമാണ്. 10 അടിയിൽ കൂടുതൽ ആഴമുള്ള ഇവിടെ വനത്തിൽ മഴ പെയ്താൽ കുത്തൊഴുക്ക് വർദ്ധിക്കും. ശബരിമലക്കാലത്ത് അന്യസംസ്ഥാനത്തു നിന്നുള്ള ഭക്തർ ഉൾപ്പെടെ കുളിക്കുന്നതിനും മറ്റുമെത്തുന്ന കല്ലറക്കടവിൽ ജാഗ്രതാ ബോർഡ് ഉൾപ്പെടെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കണമെന്നാണ് ആവശ്യം. ഇവിടെ ബോർഡൊന്നും ഇല്ലാത്തതുകൊണ്ട് ഏറ്റവും കൂടുതൽ നല്ലതായിട്ട് അപകടം നടക്കുന്ന ഒരു സ്ഥലമാണ്. അതേസമയം കുട്ടികളൊക്കെ വന്ന് നമ്മൾ ഇറങ്ങലെന്നൊക്കെ പറഞ്ഞാൽ അവരോട് കേൾക്കാറൊന്നുമില്ല. അവർ പറഞ്ഞ് നിങ്ങൾക്ക് എന്താ ഞങ്ങളല്ലേ വരുന്നത്, ഒത്തിരി അപകടം നടന്നിട്ടുണ്ട്. മെയിനായിട്ട് ഇവിടെ ഒരു ബോർഡാണ് വേണ്ടത്. അതില്ലാത്തതിൻ്റെ എല്ലാ ഇതും ഇവിടെ കാണാനുണ്ട്. സൈൻ വാണിംഗ് ഉണ്ടായിരുന്നു നേരത്തെ, അത് എങ്ങനത്തെ വെള്ളപ്പൊക്കത്തിൽ നശിച്ചു പോയി. എന്നാലും ആൾക്കാർ ഇത് നമ്മൾ പറയുന്നത് ചെവിക്കൊള്ളുകാറില്ല മിക്കവാറും. ഞാൻ ഇവിടെ ഇതുപോലത്തെ ഉച്ച സമയത്ത് കുളിക്കാൻ വന്നപ്പം ആൾക്കാർ പറയുമ്പോൾ ഞങ്ങളുടെ ഈ സംസാരമൊന്നും പിള്ളേർ അങ്ങനെ ജോലി നോക്കാന്നുള്ള പറഞ്ഞ രീതിയിൽ ഒഴിവാക്കി. കല്ലറക്കടവിൽ ആകെയുള്ളത് കോൺഗ്രസ് വാർഡ് കമ്മിറ്റി സ്ഥാപിച്ച ഈ താൽക്കാലിക മുന്നറിയിപ്പ് ബോർഡ് മാത്രമാണ്. ഈയിടെ അപകടത്തിൽ 2 കുട്ടികൾ മുങ്ങി മരിച്ചതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ പ്രതിഷേധ സൂചകമായി ഒരു ബോർഡ് കോൺഗ്രസ്സുകാർ സ്ഥാപിച്ചത്. ഇതിനപ്പുറത്തേക്ക് ഇവിടെ എത്തുന്ന ആളുകൾക്ക് മുന്നറിയിപ്പ് നൽകാൻ, അവരുടെ ജീവൻ സുരക്ഷിതമാക്കാൻ കൃത്യമായൊരു സംവിധാനം ഒരുക്കാൻ നഗരസഭയും മറ്റു ബന്ധപ്പെട്ട അധികൃതരും തയ്യാറാവണം. ക്യാമറമാൻ സഞ്ജയ് ഇക്ബാലിനൊപ്പം എ വി ജയശങ്കർ, 24 പത്തനംതിട്ട. പൊതുജനം കഴുതയല്ല സാർ. ഇത്തരം ടൂറിസം കേന്ദ്രങ്ങൾ ഒരുപാടുണ്ട് നമ്മുടെ നാട്ടിൽ, കേരളത്തിൽ പ്രത്യേകിച്ച് തന്നെ. അവിടേക്കൊക്കെ നമ്മൾ സഞ്ചാരികളായി എത്തുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അവിടുത്തുകാർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ മുഖവിലേക്ക് എടുക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ നേരത്തെ നമ്മൾ കണ്ട ആ ചേട്ടൻ്റെ പ്രതികരണം കൃത്യമായി പലപ്പോഴും പറയാറുണ്ട്. ഇവിടെ അപകടമുണ്ട്, ഇവിടെ ആഴമുണ്ട്, ഇവിടെ ഒഴുക്കിൽപ്പെടാനുള്ള സാധ്യതയുണ്ടെന്നൊക്കെ കുട്ടികളോട് പറയുമ്പോൾ അവർ അത് ചെവി കൊടുക്കാറില്ല. അങ്കിളങ്ങളുടെ പണി നോക്കി പൊക്കുള്ളൂ എന്നൊക്കെ പറയും എന്ന് പറയുന്നു. അതൊരു വലിയ അപകടത്തിലേക്കുള്ള ഒരു വാതിലാണ്. ശരിക്കും അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് എത്രയോ തവണ പറഞ്ഞാലും ഇതൊന്നും പക്ഷേ അവിടെ എത്തുന്ന വിദ്യാർത്ഥികൾ, പ്രത്യേകിച്ചും കുട്ടികൾ, അത് കേൾക്കാറില്ല എന്നതാണ് വസ്തുത. പക്ഷേ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. കണ്ണിൽ പെടുന്ന രീതിയിൽ വലിയ അപകട ബോർഡുകൾ അവിടെ സ്ഥാപിക്കാത്തത് മറ്റൊരു പ്രധാനപ്പെട്ട വീഴ്ചയാണ്. ഇനിയെങ്കിലും അധികൃതർ എത്രയും പെട്ടെന്ന് തന്നെ അതിനുള്ള നടപടികൾ ഉണ്ടാകട്ടെ, തുടങ്ങട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.